കാന മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുത്തറഫ് യഖൂൽ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഈദ് ബിൻ മുത്തറഫ് തങ്ങൾ പറയാണ്, ജഅൽതു അലാ നഫ്സി കുല്ല ലൈലത്തിൻ ഇൻദ النوم إذا آويت إلى ملجئي عددا معلوما أصلي على النبي صلى الله عليه وسلم. എല്ലാ രാത്രികളിലും ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങാൻ കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നിശ്ചിത എണ്ണം സ്വലാത്ത് സലാമുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പതിവായി പാരായണം ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായ നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലി തീർക്കാറുണ്ട്. ഫഇന്നി ഫീ ബഅദിൽ ലയാലി ഖദ് അക്മൽതുൽ അദദ്, എല്ലാ ദിവസവും ചൊല്ലുന്ന 313 സ്വലാത്ത്, അല്ലെങ്കിൽ 500 തവണയുള്ള സ്വലാത്ത്, അല്ലെങ്കിൽ 1000 പ്രാവശ്യമുള്ള സ്വലാത്ത് ഞാൻ അന്നത്തെ രാത്രിയും ചൊല്ലി തീർത്തു. ഫഅഖദത്നി ഐനിയ വകുന്തു സാകിനൻ ഫീ ഗുർഫാ, ഞാൻ അന്നത്തെ രാത്രി ഞാൻ ചൊല്ലാറുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങി. എന്റെ റൂമിലാ ഞാൻ ഉറങ്ങാൻ കിടന്നത്. സുബ്ഹാനല്ലാഹ് وإذا بالنبي صلى الله عليه وسلم, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ വരുന്നു. قد دخل علي من باب الغرفة, ഞാൻ ഉറങ്ങുന്ന എന്റെ റൂമിന്റെ വാതിലിന്റെ സമീപത്തിലൂടെ, വാതിലിന്റെ ഭാഗത്തിലൂടെ, എന്റെ റൂമിന്റെ വാതിലിലൂടെ എന്റെ സമീപത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോ ഫഅളഅത് നൂറാ, ഞാൻ ഉറങ്ങുന്ന റൂം മുഴുവനും വെളിച്ചം കൊണ്ട് പ്രകാശിച്ചു. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. ആയിഷ ഉമ്മ പറഞ്ഞതാണ്, മഖ്ദൂം തങ്ങൾ പാപ്പ മംഗൂസ് മൗലിദിൽ പാടിയത്, നബിയെ അവിടുന്നുള്ള ഒരു റൂമിൽ, അവിടുന്ന് താമസിക്കുന്ന ഒരു വീട്ടിൽ, അവിടുന്ന് കയറി വരുന്ന ഒരു സ്ഥലത്ത് വിളക്കിന്റെ ആവശ്യമില്ല. അവിടെ ആവശ്യമായ ലൈറ്റ്, അവിടേക്ക് ആവശ്യമായ വെളിച്ചം, ആന്തരികമായതും ഭൗതികപരവുമായ എല്ലാ വെളിച്ചവും നൽകുന്നത് അങ്ങാണല്ലോ നബിയേ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ബിനു സഈദ് ബിനു മുത്തറഫ് തങ്ങൾ പറയാണ്, ഞാൻ ഉറങ്ങുന്ന റൂമിലേക്ക് മുത്തുനബി വന്നപ്പോൾ എന്റെ ആ റൂം പ്രഭ കൊണ്ടങ്ങ് പരന്നു, ആ റൂമങ്ങ് പ്രകാശിച്ചു. എന്റെ നേരെ ഹബീബായ തങ്ങളങ്ങ് വന്നു. ഉമ്മമാരെ, എത്ര വലിയ ആത്മീയ നിർവൃത്തിയാണ്, എത്ര വലിയ ആത്മീയ സായുജ്യമാണ്, അനുഭൂതിയാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. വല്ലാത്ത ചിരകാലാഭിലാഷമല്ലേ ഹബീബായ തങ്ങളെ കാണാൻ. അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേരെ അങ്ങ് വന്നിട്ട് പറഞ്ഞു, ഹാത്തി ഹാദൽ ഫമല്ലദീ യുക്സിറു സ്വലാത അലയ്യ ഉഖബ്ബിലുഹു, അല്ലെങ്കിൽ ഉഖബ്ബിലഹു. ഓനെ, എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന നിന്റെ വാ ഒന്ന് കാണിച്ചുതാ, നിന്റെ വാ ഒന്ന് ഞാൻ ചുംബിക്കട്ടെ. ഫകുന്തു അസ്തഹി അൻ ഉഖബ്ബിലഹു ഫീ ഫീ, എന്റെ വായിൽ മുത്തു റസൂലുള്ള ചുംബിക്കുകയോ ഞാൻ ലജ്ജിച്ചു പോയി, പേടിച്ചു പോയി. ഫസ്തദർതു ബിവജ്ഹി,
ഞാൻ മുത്തുനബി എന്റെ മുമ്പിൽ വന്നപ്പോ ഹബീബായ തങ്ങൾ വായയിൽ ചുംബിക്കാൻ ഒരുങ്ങിയപ്പോ ഞാൻ എന്റെ മുഖം തിരിച്ചു. فقبلني صلى الله عليه وسلم في خدي എന്റെ കവിളത്ത് മുത്തുനബി ഉമ്മ വെച്ചു. ഫന്തബഹ്തു ഫസിയാ ഹബീബായ തങ്ങളെ സ്പർശനം ലഭിച്ചപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണർന്നുപോയി. വന്തബഹ്തു സാഹിബത്തി ഇലാ ജംബി എന്റെ സമീപത്തുള്ള എന്റെ സഹധർമ്മിണി എന്റെ ഭാര്യയും നെട്ടി ഉണർന്നു. വൈദൽ ബൈതു യഫൂഹു മിസ്കൻ മിൻ റായിഹതിഹി ഹബീബ് റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലാത്ത പരിമളം കൊണ്ട് എന്റെ വീടും റൂമും അതാ വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. وبقيت رائحة المسك من قبلتي على خدي ഹബീബിന്റെ ചുംബനം കാരണത്താൽ ഉണ്ടായ സുഗന്ധം എന്റെ കവിളത്ത് അവശേഷിച്ചു. 8 ദിവസം അവശേഷിച്ചു. تجد زوجتي كل يوم الرائحة في خدي എന്റെ കവിളത്തുള്ള മുത്തുനബിയുടെ കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം എന്റെ ഭാര്യ ആസ്വദിച്ചു. ഉമ്മമാരെ, എന്നാണ് അവിടുത്തെ ഒരു ദർശനം നമുക്ക് സാധ്യമാവുന്നത്? പ്രിയപ്പെട്ടവരെ, ഹബീബ് ഉറങ്ങുന്ന ഈ ഭൂമിയിൽ ജനിച്ചു വീണ നമുക്ക് എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്ര പോകുന്നതിന്റെ മുമ്പ് അവിടുത്തെ ഒന്ന് കാണാൻ കഴിയുക? അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് സ്വാലിഹ് അബ്ദുർറഹ്മാൻ ഇബ്നു അഹ്മദ് തങ്ങൾ പറയാണ്, അസ്വാബനി വജഉൻ ഫീ യദി മിൻ വഖഅത്തിൻ വഖഅതുഹാ ഫിൽ ഹമാം. ഞാൻ ബാത്റൂമിൽ കുളിപ്പുരയിൽ വീണുപോയി. എന്റെ കൈക്ക് വല്ലാതെ പരിക്കു പറ്റി. ഫവറമത്ത് യദി, എന്റെ കയ്യിൽ നീരിറങ്ങി. ഞാൻ എന്റെ കൈ വേദനിച്ച് പ്രയാസപ്പെട്ട് കിടക്കുമ്പോ ഫബിത്തു ലൈലത്തൻ മുതവജ്ജിയ, വേദന സഹിക്കാൻ കഴിയാതെ അന്നത്തെ രാത്രിയിൽ ഞാൻ അന്തിയുറങ്ങിയപ്പോ ഫറഅയ്തു റസൂലല്ലാഹ്, ആരംഭപ്പൂവായ മുത്തുനബിയെ കണ്ടു. ഫിൽ മനാം, അന്നത്തെ എന്റെ സുഖനിദ്രയിൽ. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു, നബിയേ, മുത്തുനബിയേ. അശ്റക ബൈത്ത് ചെല്ലുമ്പോൾ എല്ലാ റബീഇന്റെ ഓരോ രാത്രികളിലും മദീനയിലേക്ക് മനസ്സു തിരിച്ച് ഹബീബായ തങ്ങളെ വിളിക്കാറില്ലേ? സ്വലാത്തുൽ ഹുദൂർ ചെല്ലുമ്പോ യാ റസൂലല്ലാഹ്, മദീനയിലെ രാജാവിനെ വിളിച്ച് സങ്കടം പറയാറില്ലേ? ഉമ്മമാരെ, അങ്ങനെ ഒരു ഇസ്തിഗാസ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ ആ ഇസ്തിഗാസ ജീവിതത്തിൽ ഒന്ന് ശീലമാക്കാനാണ് ഈ ഐനൂർ മജ്ലിസ് ഉപകരിക്കേണ്ടത്. അല്ലാഹ് ഞങ്ങൾക്ക് ഹബീബിലേക്ക് സഹായം തേടാനും അവിടുത്തെ സഹായം നേടാനും തൗഫീഖ് തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവര് പറയാണ്, എന്റെ കൈ വേദനിച്ച് ഞാൻ അന്നത്തെ രാത്രിയിൽ ഉറങ്ങിയപ്പോ വേദനിക്കുന്ന എന്നെ കാണാൻ ഹബീബായ തങ്ങൾ വന്നു.
ഹബീബായ തങ്ങള് എന്നെ കാണാൻ വന്നപ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, സാധാരണ ചെല്ലാറുള്ള സ്വലാത്ത് എന്തേ ഇന്ന് കുറവായി പോയത്? വേദന സഹിക്കാൻ കഴിയാതെ സ്വലാത്ത് ചൊല്ലി കിടക്കുമ്പോ ഉറക്കം വന്നുപോയി നബിയേ. അതുകൊണ്ടാണ് ഇന്ന് സ്വലാത്തിൽ അല്പം കുറവ് കണ്ടത്. ഹബീബായ തങ്ങളൊന്നും പറഞ്ഞില്ല, അവിടുന്നൊന്ന് പുഞ്ചിരിച്ചു. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഫാസ്ബഹ്തു, നേരം വെളുത്തപ്പോൾ മാഷാ അല്ലാഹ് വഖദ് സാലൽ വറമു, നീരൊക്കെ പോയിട്ടുണ്ട്, വൽ വജഉ, വേദനയും മാറിയിട്ടുണ്ട്, ബിബറകത്തി റസൂലില്ലാഹ് ലാഹിറോ ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടൂരിനാ